തിമിംഗിലങ്ങൾ കൂട്ടത്തോടെ വന്ന് ചത്തൊടുങ്ങുന്ന പസഫിക് സമുദ്രത്തിലെ ന്യൂസിലാൻഡിനടുത്തുള്ളൊരു ദ്വീപാണ് നിങ്ങളീ കാണുന്ന ചാത്തം ഐലൻഡ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി 2026 ജനുവരി മാസത്തിൽ നാസ പുറത്തുവിട്ട ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ഈ ദ്വീപിന് ചുറ്റുമായിട്ട് നല്ല തിളങ്ങുന്ന കുറേ വെട്ടം കാണാൻ കഴിയും. നമ്മൾ വിചാരിക്കും മിന്നാമിനുങ്ങ് പ്രകാശം പുറത്തുവിടുന്ന പോലെ കടലിലെ ചില ജീവികൾ ശരീരത്തിൽ നിന്ന് ബയോലൂമിനസെൻസ് വഴി പുറത്തുവിടുന്ന പ്രകാശമായിരിക്കാം ഇതെന്ന്. പക്ഷേ ആക്ച്വലി സംഭവം അതല്ല. നമ്മുടെ മുടിയുടെ 11% മാത്രം കനമുള്ള കോക്കോലിത്തോഫോറുകൾ എന്നറിയപ്പെടുന്ന കടലിലെ ആൽഗകളുണ്ട്. ഇവ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ഒരു കോട്ടിങ്ങിലൂടെ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു നീലയും പച്ചയും കലർന്ന റിഫ്ലക്ഷൻ ഈ ഒരു ദ്വീപിന് ചുറ്റും കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, ദ്വീപിനെ എടുത്തു മാറ്റിയാലും ഈ തിളക്കം അവിടെ ഉണ്ടാകും. അതായത് ഈ ചാത്തർ റിങ്സിൻ്റെ താഴെ സമുദ്രത്തിൻ്റെ അടിയിലൊരു പർവ്വതനിരയുണ്ട്. ഈ പർവ്വതനിരയിൽ തട്ടി പോഷക സമൃദ്ധമായ വെള്ളം അപ്വെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഈ ദ്വീപിന് ചുറ്റും എത്തുന്നത്. അപ്പോൾ സൂര്യപ്രകാശവും പോഷകവും ഉപയോഗിച്ചുകൊണ്ട് കോക്കോലിത്തോഫോറുകൾ പ്രത്യേക രീതിയിൽ കാൽസ്യം കാർബണേറ്റിനെ ശരീരത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കോടിക്കണക്കിന് എണ്ണം അവിടെ പെരുകി ഉണ്ടാകുന്നു. നമ്മൾ ഇംഗ്ലണ്ടിൽ ചില ഫോട്ടോകളാണില്ലേ, അതായത് ഈ കാണുന്ന പോലെയുള്ള ഫോട്ടോസ്, ഈ വെട്ടി തിളങ്ങി നിൽക്കുന്ന വെള്ള പാറകളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് കോക്കോലിത്തോഫോറുകൾ പോലെയുള്ള ജീവികൾ ചത്തടിഞ്ഞുണ്ടായതാണ്. അതായത് ഭൂമിയുടെ കാർബണിനെ വളരെയധികം നല്ല രീതിയിൽ കടലിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കോക്കോലിത്തോഫോറുകൾ സഹായിക്കാറുണ്ട്. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ വലിയ പർവ്വതങ്ങളാണ് സത്യത്തിൽ തിമിംഗലങ്ങളുടെ കൂട്ടമരണത്തിന് കാരണമാകുന്നത് എന്നും പഠനങ്ങൾ പറയുന്നു.